എൻ്റെ പേര് ഹന്ന സാറ പ്രിൻസ് എന്നാണ്. 2021 എൻ്റെ കല്യാണം കഴിഞ്ഞു. 2022 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായി. അവളുടെ പേര് മില ഷിൻഡോ എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് ഷിൻഡോ വർഗീസ് എന്നാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ പുല്ലോഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എക്കോ കാർഡിയോഗ്രാഫർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഡ്യൂട്ടിക്ക് കയറി, നമ്മൾ രാവിലെ കയറി വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് പെയിൻ വരും. പാല് കെട്ടിയിട്ട് നമുക്ക് പെയിൻ, എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വിഷമം വരും, കുഞ്ഞടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. അതല്ലാതെ ഞാൻ മാക്സിമം പകൽ സമയം ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ മാക്സിമം നോക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പാല് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട്. കുഞ്ഞിന് 2 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പാല് പിഴിഞ്ഞ് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞ് കളയുന്ന സമയത്ത് ഞാൻ ബ്രസ്റ്റ് പമ്പ് മേടിച്ചായിരുന്നു. ഡ്യൂട്ടിക്ക് വരുന്നതിന് 2 ദിവസം മുന്നേ ബ്രസ്റ്റ് പമ്പ് മേടിച്ചു. ഞാനിവിടെ വന്നിട്ട് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് പാല് പിഴിഞ്ഞ് കളയാണ് ചെയ്തത്. ആ പിഴിഞ്ഞ് കളയുന്ന സമയത്ത് ആ ബോട്ടിലിൽ ഒരു 120 ml പാല് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് കളയായിരുന്നു. അങ്ങനെ പിഴിഞ്ഞ് കളയുമ്പോൾ എനിക്ക് അതും ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പാല് കളയുന്ന സമയത്ത്, ആ ഒരു ബോട്ടിൽ പാല് ഞാൻ അവിടെ ഒഴിച്ച് കളയുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അവൾ കുടിക്കേണ്ട പാല് കളയുവാണല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രാവിലെ ഞാനൊരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് എത്തിയാൽ ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം ചെയ്യും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ചെയ്യും. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നായിട്ട് പിന്നെയും പാല് പിഴിഞ്ഞ് കളയും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുമ്പോഴും എനിക്ക് അത്രയും എമൗണ്ടിൽ പാല് കളയാനുണ്ടായിരുന്നു. ആ സമയത്ത് നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, കാരണം വീട്ടിൽ ചെന്നാൽ എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസത്തോളം ഞാൻ അങ്ങനെ പാല് പിഴിഞ്ഞ് കളയുന്ന സമയത്ത് ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അങ്ങനെയാണ് വന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നമ്മുടെ ഇവിടുത്തെ മിൽക്ക് ബാങ്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ തന്നെ അന്വേഷിക്കുന്നത്.
ഹന്ന എന്നെ ഒരു ദിവസം വിളിക്കുകയാണ് ചെയ്തത്, ഇതുപോലെ പാല് തരാൻ താല്പര്യമുണ്ട്, അപ്പം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടായിട്ട് വന്നാൽ മതി, നമ്മൾ സ്റ്റാഫല്ലേ, കുഴപ്പമില്ല, നമുക്ക് കളക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഹന്ന റിപ്പോർട്ടായിട്ട് വന്നു. നമ്മൾ പിന്നെ കളക്ഷൻ തുടങ്ങി, പിന്നെ കൂട്ടായി ഡെയിലി വരുന്ന തരാൻ തുടങ്ങി. ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് ഓടുകൂടി ഞാനിവിടെ മിൽക്ക് ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാവിലെ നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കം, അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് ഇത്ര ml വരും അതറിൽ നിന്ന് കളക്ട് ചെയ്യാവുള്ളൂ എങ്ങനെയില്ല. നമുക്ക് അതിലേക്ക് ബോട്ടിലേക്ക് മിൽക്ക് വരുന്നത് കാണാം. ഇപ്പോൾ ഒരു അമ്മയിൽ അത്രയും മിൽക്ക് ആ സമയത്തുള്ളൂവെങ്കിൽ അത് വന്നിട്ട് തീരുന്നതും നമുക്ക് കാണാം. പിന്നെ ആ ഒരു മിൽക്ക് ബോട്ടിലേക്ക് വീഴാതെ വരും. അപ്പം നമ്മൾ പിന്നെ പ്രഷർ മാത്രം വരുമ്പോൾ സ്റ്റോപ്പാക്കി കൊടുത്ത് മദറിനെ ഫ്രീ ആക്കും. അല്ല ഇപ്പോൾ ബ്രസ്റ്റ് എൻഗേജ്മെന്റ് ഉണ്ട്, എക്സ്ട്രാ ഓവറായിട്ട് ഫ്ലോ ഉള്ള മദറാണെങ്കിൽ കണ്ടിന്യൂസ് നമുക്കൊരു 500 ml എങ്കിലും ഒറ്റ ടൈമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് എടുക്കും. എടുത്തിട്ട് ആ ചേച്ചി മതി, ഇപ്പൊ കുഴപ്പമില്ലടാ, പെയിൻ കുറഞ്ഞ് ഓക്കെ ആയി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മതി സ്റ്റോപ്പാക്കി കൊടുക്കും, അവർ ഫ്രീ ആക്കി വിടും. പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബോട്ടിൽ ഓപ്പൺ ആക്കി തന്നെ എടുത്ത് ഞാൻ നേരെ വന്ന് ലാമിനാർ എയർ ഫ്ലോയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു 25 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. ഇതിൽ ഒരു 15 മിനിറ്റോളം ഹെപ്പ ഫിൽറ്റർ ബ്ലോവർ ലൈറ്റ് അടിക്കും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് UV റൈറ്റ്സ് അടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കുറച്ച് മൈക്രോ ഓർഗനിസംസിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ പേഷ്യൻ്റെ പേരും കളക്ട് ചെയ്ത ഡേറ്റും ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അത് 3 to 10 ഡിഗ്രിയിൽ വന്ന ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത്. അതിൽ 1 മാസം വരെ നമ്മൾ കളക്ഷൻ അതിനകത്ത് വെക്കാം. അതിൽ നമ്മൾ അത്ര 1 മാസം വരെ വെക്കാറില്ല. അതിലൊരു 6-7 ബോട്ടിൽ ആകുന്ന അത്രയും ദിവസം വെക്കത്തുള്ളൂ. അത്ര ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ പാസ്റ്ററൈസേഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ പാസ്റ്ററൈസേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എല്ലാ ബോട്ടിലിൽ നിന്നും ഒരു 0.5 ml വീതം കൾച്ചർ ബോട്ടിലേക്ക് ആക്കി നമ്മൾ ഇവിടുത്തെ ലാബിൽ തന്നെ കൾച്ചറിന് വിട്ട് ബാക്കി വന്ന ബോട്ടിൽസ് ഞാൻ ഡീപ് ഫ്രീസറിൽ സൂക്ഷിക്കും. 48 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് കൾച്ചർ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. കൾച്ചർ റിപ്പോർട്ട് ഞാൻ പോയി കളക്ട് ചെയ്തതിന് ശേഷം സ്റ്റെറൈലാണെങ്കിൽ അതെടുത്തും മേളിൽ കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വെക്കും. പിന്നെ നമ്മൾ ആവശ്യാനുസരണം വരുന്നവർക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കും. എൻ്റെ കുഞ്ഞിന് കിട്ടാത്തത് വേറൊരു കുഞ്ഞിന് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ കുഞ്ഞിന് അവൾക്ക് ഞാനുണ്ട്, എൻ്റെ സാമീപ്യമുണ്ട്, എൻ്റെ സാന്നിധ്യമുണ്ട്. അവൾക്ക് ഞാൻ പാല് കൊടുക്കുന്നുണ്ട്, മുലയൂട്ടുന്നുണ്ട്. അതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എന്നിലൂടെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ചുണ്ടായ ആ ഒരു ആദരിക്കലും വന്നപ്പോഴാണ് ഞാനിങ്ങനെ ചെയ്യുന്നതിന് ഇത്ര ഇതുണ്ടല്ലോ എന്ന് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് തന്നെ. ഞാനിവിടെ വരുന്നു, പാല് മിൽക്ക് ബാങ്കിൽ പാല് ഡൊണേറ്റ് ചെയ്യുന്നു, പാല് കൊടുക്കുന്നു, കുറേ കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഞാൻ
അങ്ങനെ ഒരു വേറെ ആരും അറിയണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മാനവികതയുടെ ഒരുപാട് എസൻസ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സമയത്താണ് ഒരുപാട് പേരിലേക്ക് പടർന്നു കയറാനുള്ള ഒരു താല്പര്യത്തോടെ ചെല്ല് മുന്നോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ബഹുമാനത്തോടുകൂടി ആ കുട്ടിയെ ഓർക്കുന്നത്. കാരണം അത് നമ്മൾ നൽകിയ ആദരവിന് എത്രയും മടങ്ങ് നെഞ്ചോട് ചേർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ആ കുട്ടിയുടേത്. അത് എനിക്ക് ശരിക്കും ആ കുട്ടി നമ്മുടെ ജീവനക്കാരിൽ ഒരാളാണ്. എൻ്റെ ഒപ്പം തൊഴിലെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായ അഭിമാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജനിക്കുന്ന എത്രയോ കുട്ടികൾ പ്രിമച്വറാണ്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ കേരളത്തിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇൻസിഡൻസ് എങ്കിലും നോർത്ത് ഇന്ത്യയിൽ ആ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേക്കും പ്രിമച്വറിറ്റി മെയിൻലി ഡ്യൂ ടു അമ്മയുടെ സിവിയറായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് പ്രിമച്വറായിട്ട് ഡെലിവറി ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് ഇല്ലാത്തൊരു കുട്ടികളെ ഡെലിവറി ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല കൊച്ചിനെ. അപ്പോൾ വേറൊരു മിൽക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഭാഗ്യമാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു വിചാരിക്കും എൻ്റെ പാല് വേറൊരു കൊച്ചിന് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു. ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ എല്ലാ ബ്രസ്റ്റ് മിൽക്കും ഒരേപോലത്തെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഇപ്പോൾ കോമ്പോസിഷൻ വൈസ് നോക്കുമ്പോൾ എല്ലാ ബ്രസ്റ്റ് മിൽക്കും ഒരുപോലെയാണ്. പിന്നെ only thing the baby is unable to സക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ബോട്ടിലിട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് അപ്പോൾ ഈ പറഞ്ഞ പോലെ സക്ക് ചെയ്യുമ്പോഴാണ് പറയണേ പാരൻറ്റ് അമ്മ കൊച്ചിനുള്ള റിലേഷൻസ് ഉണ്ടാവണത് വിത്ത് സക്കിങ് ഓൺലി. അപ്പോൾ ആ ഒരു സക്കിങ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് കോമ്പോസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ സെയിം കോമ്പോസിഷൻ ആര് കൊടുത്താലും ബ്രസ്റ്റ് മിൽക്കിൻ്റെ കോമ്പോസിഷൻ സെയിം ആണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് ദ ചൈൽഡ് ഓൺലി. അപ്പോൾ അതൊരു കൺസെപ്റ്റ് എല്ലാവരും വിചാരിക്കുമ്പോൾ എൻ്റെ പാല് വേറൊരു കൊച്ചിന് എന്തിനാ കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിലും പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിന് ഒരു എന്താ പറയുക അതുകൊണ്ട് ഈ അമ്മയ്ക്കൊരു ദൂഷ്യം വരുമോ ഒന്നും ചെയ്യില്ല. നമ്മൾ പാലെടുക്കും തോറും കൂടി വരും. എല്ലാവരും വിചാരം പാലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സപ്പോസ് അവർക്ക് വേറൊരു കൊച്ചുണ്ട് എന്ത് ചെയ്യും, പിന്നെ ആ പാലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിന് പാല് കിട്ടുമോ എന്നുള്ളത്. ഈ സക്കിങ് അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രഷൻ ആ സമയത്താണ് ബ്രസ്റ്റ് മിൽക്ക് കൂടി വരുന്നത്. എത്ര സക്ക് ചെയ്യുന്നോ അത്രയും ബ്രസ്റ്റ് മിൽക്ക് കൂടി വരും. നമ്മുടെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൂടി വരും. അപ്പോൾ എത്ര നമ്മൾ കൊടുത്താലും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും നോക്കി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും ബ്രസ്റ്റ് മിൽക്ക്. സോ അങ്ങനെ അവർക്കൊരു കൊച്ചുണ്ടെങ്കിലും അത് ഫീഡിങ്ങിനെ ബാധിക്കാൻ പോകുന്നില്ല, ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ പോകുന്നില്ല. ആൻഡ് അഡീഷണലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കൊച്ചും കൂടെ ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ എന്താ പറയുക ദാനത്തിൻ്റെ ഒരു സവിശേഷത. ഇപ്പം എൻ്റെ മിലൂസ് ആണെങ്കിലും അവളാണെങ്കിലും ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ചിരിക്കാറുണ്ട്. ആ ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. കാരണം അവളുടെ ചിരി നമുക്ക് വേറൊരു കുഞ്ഞിലേക്കെങ്കിലും കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറുമ്പോൾ അവർ ചിരിക്കുമ്പോൾ അവരൊരു ചിരി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ അനുഗ്രഹങ്ങളൊന്നും ഒരമ്മയ്ക്ക് കിട്ടാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടുക. ആ കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെ കാണാത്ത എൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ പാല് കുടിച്ച് വയറ് നിറഞ്ഞ് അവർക്കെല്ലാം ഒരു ചിരി ഉണ്ടാവും. ആ ചിരി എനിക്ക് നേരിട്ട് കണ്ടില്ലെങ്കിലും ഞാനൊന്ന് കണ്ണടച്ചാൽ എനിക്ക് ആ ചിരി എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.